ദുഷ്ടന്റെ പ്രതിഫലം നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണുക എന്നുള്ളത് നമ്മളുടെ അധ്വാനം, അതിലൊരു അപൂർണതയുണ്ട്. നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം കണ്ട് നമ്മൾ വളരെ നിസ്സഹായതയോടുകൂടെ അവരുടെ ശക്തിയും പ്രാഭവവും പ്രാബല്യവും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാവും നമ്മളോട് ഇത്രമാത്രം ക്രൂരത കാണിച്ചവൻ വളരെ സുഭിക്ഷമായി ജീവിക്കുന്നു, അല്ലെങ്കിൽ അവനൊരു പരിക്കുമില്ലാതെ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിന് അല്ലെങ്കിൽ ആ സമൂഹത്തിന് ഒരു പരിക്കും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് വളരെ നിസ്സഹായതയും ഉള്ളിലൊരു അമർഷവും വെറുപ്പും ഒക്കെ ഉണ്ടാവാം. എങ്കിലും ഈശോ പറയും ദുഷ്ടന്റെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ, അതായത് ഞാൻ തന്നെ ആ പ്രവൃത്തി അല്ലെങ്കിൽ ദുഷ്ടന്റെ തകർച്ചയോ അല്ലെങ്കിൽ തളർച്ചയോ അവന്റെ എല്ലാ ദുഷ്ടചിന്തകളും നാമാവിശേഷമാകാൻ ആയിട്ട് ദൈവം തന്നെ ഇടയാക്കും. അതിന് പ്രത്യേകമായിട്ട് മനുഷ്യരിൽ കാണുന്ന ഒരു അവസ്ഥയാണ് അഹങ്കാരം. അഹങ്കാരം വരുമ്പോഴാണ് അത് നമുക്കെതിരെ ഭയങ്കരമായിട്ട്, ഇപ്പൊ നമ്മൾ ദൈവകൃപയോട് ഐക്യപ്പെടുമ്പോൾ ലോകത്തിന്റെ അരൂപി നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിന്റെ കാര്യം അഹങ്കാരവും അവന്റെ ദുരഭിമാനവുമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മളെ ആക്രമിക്കുക. നമ്മള് നിസ്സഹായരാണെങ്കിൽ, ബലമില്ലാത്തവരാണെങ്കിൽ, നമ്മളെ സഹായിക്കാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ ആക്രമിക്കാനായിട്ട് ഇടയാവും. പക്ഷെ ഈ ലോകത്ത് ഉള്ള വിശുദ്ധരെല്ലാവരും സ്വതവേ വളരെ ദാരിദ്ര്യ പിടിച്ച അവസ്ഥയിലാണ്. അല്ല, ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ എന്ത് സംഭവിക്കുന്ന പറയണത്, സ്വർഗരാജ്യം അവരുടേതാണ് അല്ലെ. അപ്പൊ സ്വർഗത്തിന്റെ രാജ്യം ആരുടെ അധീനതയിലുള്ളതാണ്? ദൈവത്തിന്റെ. സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സിംഹാസനമാണ് അല്ലെ. അപ്പോ സിംഹാസനത്തിലിരിക്കുന്ന ആള് ആണ് ആത്മാവിൽ ദരിദ്രരായി ജീവിക്കുന്നവന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, എല്ലാ കാര്യങ്ങളുടെ മേലധികാരം സ്വാതന്ത്ര്യവും അനുഭവിക്കുന്നു. അപ്പോ ഈ ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ എന്ന് പറഞ്ഞാല് അവന് ശരിക്കും പറഞ്ഞാല് ഭൗതികമായ സമ്പത്തൊക്കെ ഉണ്ടാവാം, ശക്തി ഉണ്ടാവാം, അറിവുണ്ടാവാം. പക്ഷെ അവൻ ദൈവത്തിനത് മുഴുവനായി സമർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അവന്റെ എല്ലാ ദാരിദ്ര്യാവസ്ഥകളുടെ മുമ്പിൽ ശക്തിയും മഹത്വവും പ്രകടമാക്കേണ്ടത് സ്വർഗത്തിന്റെ ഉത്തരവാദിത്തമാണ്, അതായത് ദൈവത്തിന്റെ ഉത്തരവാദിത്തം. അപ്പോ ആ ദൈവത്തിന്റെ ഉത്തരവാദിത്തത്തിന്റെ മുമ്പിൽ നമ്മൾ നിസ്സഹായരായിട്ട് നിന്നു കൊടുത്താൽ മതി അല്ലെ. പരിശുദ്ധ അമ്മ ഭൂമിയില് സാധാരണ ഒരു ജീവിതം നയിച്ചൊരു വ്യക്തിയാണ്. എന്നാലും പക്ഷെ അമ്മയുടെ ജീവിതം മുഴുവനും എന്തായിരുന്നു? പരിശുദ്ധമായിരുന്നു അല്ലെ. അപ്പോ സ്വർഗീയ രഹസ്യങ്ങളുടെ കലവറയായിരുന്നു മറിയത്തിന്റെ ഹൃദയം. ഇത് മുഴുവനും പിശാചിനറിയാം. സ്വർഗീയ മഹത്വത്തിന്റെ കലവറയാണെന്ന് മറിയത്തെ കുറിച്ച് പിശാചിന് അറിയാവുന്നതുകൊണ്ടാണ് പിശാചിന് ഈ ലോകത്തിലെ ഏറ്റവും വെറുപ്പുണ്ടാക്കുന്ന ഒരു വ്യക്തി, ആദ്യത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? മറിയം തന്നെയാണ് അല്ലെ. അപ്പോ മറിയം യുദ്ധം ചെയ്യാനോ വാളെടുക്കാനോ അല്ലെങ്കിൽ ആയുധങ്ങളായിട്ടൊന്നും എവിടെയും പോയി യുദ്ധത്തിന് പോയിരുന്നില്ല. പക്ഷെ മറിയത്തിന്റെ സാന്നിധ്യം തന്നെ ഒരു സൈന്യത്തിന്റെ അധികാരിയത്തോടുകൂടി ഒരു ലീഡർഷിപ്പ് പരിശുദ്ധമിക സൈന്യാധിപയാണ്. മറിയം ഒരു സൈന്യാധിപയാണ്. കാണുമ്പോ വളരെ ശാലീനതയുള്ള സൗന്ദര്യമുള്ള കുലീനതയുള്ള ഒരു സുന്ദരിയായ ഒരു അമ്മ, ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഒരു അത്ര വലിയ പ്രായമൊന്നുമില്ല, വളരെ പ്രായം കുറഞ്ഞ ഒരു വ്യക്തിത്വം. അപ്പൊ അങ്ങനെ പുറമേ നോക്കുമ്പോൾ വളരെ ഒന്നുമില്ലാത്ത, പക്ഷെ അമ്മയോട് അടുക്കും തോറും എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? അമ്മയുടെ സ്വർഗത്തോടുള്ള എന്താണ് അവകാശം, സ്വർഗീയമായ എന്താണ് അധികാരം. ഇത് ആർക്കറിയാൻ വ്യക്തമായിട്ട്? പിശാചിനറിയാം. അതുകൊണ്ടാണ് മറിയത്തിന്റെ കൂടെ ജീവിക്കുന്നവരെ ഒരിക്കലും പിശാചിന് തോണ്ടാനും ചിക്കാനും പറ്റില്ല. പക്ഷെ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അവന് സാധിക്കും. എന്നാലല്ലേ നമ്മള് വീണു പോവുള്ളൂ. വീണു പോകുമ്പോൾ നമ്മളെ തൂത്തുവാരി കൊണ്ടുപോകാൻ അവൻ റെഡിയാണ്. പക്ഷെ അമ്മയുടെ കയ്യിൽ നിന്നും മക്കളെ രക്ഷിക്കുക, അല്ലെങ്കിൽ അമ്മയുടെ അധികാരത്തിന്റെ കീഴിലിരിക്കുന്ന മക്കളിൽ നിന്നും അവന് ഒരുപാട് ഇടിയും തൊഴിയൊക്കെ കിട്ടുന്നതുകൊണ്ട് അവരെ ദുർബലാക്കുക, അവരെ
നിസ്സഹായരാക്കുക, നിസ്സഹായതയിൽ നിർത്തുക, അവന്റെ ഒരു പ്രത്യേക ഇടപെടലുക. ഇത് എന്താണ്? ഇതെന്താണ്? ഇത് ദൈവീകമായ സ്വാതന്ത്ര്യത്തിലേക്ക് വേണ്ടി മറിയം തന്റെ ജീവിതം എങ്ങനെയാണോ ഈ ഭൂമിയിൽ ജീവിച്ചത്, അതിന്റെ ആ ഒരു റൂട്ട് തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്വാളിറ്റി തന്നെ ദൈവീക സഹായത്തിന് വേണ്ടി യാചിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു ദൈവജനത്തെയും കൂടി അമ്മ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ ലോകത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെല്ലാവരും തന്നെ വലിയ പീഡനങ്ങളിൽ കൂടി വലിയ സാഹസികതയാണ് ഈ ഭൂമിയിൽ ജീവിച്ച് കാഴ്ചവെച്ച് കടന്നു പോണത്. സാഹസികത എന്ന് പറഞ്ഞാൽ മനുഷ്യനെ നിശ്ചയിക്കാൻ പോലും പറ്റാത്ത സാഹസികതയാണ്. അതാണ് ഈ ലോകം ഒരിക്കലും നമ്മൾ രണ്ടു കൈ നീട്ടി സ്വീകരിക്കില്ല. കാരണം ലോകം അവന്റെ അധികാരി എന്ന് പറഞ്ഞാൽ പിശാച. ലോകത്തിന്റെ അധികാരി ഇതാ വന്നിരിക്കുന്നു എന്ന് പറയുന്നില്ല ഈശോ. കാരണം ലോകം ഇന്ന് അധികാരപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ദൈവീക അവകാശത്തെയാണ്. പക്ഷെ നമ്മൾ ബോധപൂർവം അതിനെ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ഐക്യപ്പെടുന്ന അനുസരിച്ച് ഈ ലോക ചിന്ത നമ്മളെ വിട്ടുപോവുകയും ദൈവീക ചിന്ത നമ്മളെ ഭരിക്കുകയും ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ എന്ത് സംഭവിക്കും? ദുഷ്ടന്റെ പ്രതിഫലം നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നമുക്ക് കാണാനായിട്ട് ദൈവം തന്നെ ഇടയാക്കും. മനസ്സിലായോ? ഇങ്ങനെയാണ്. അല്ലാതെ നമ്മളെ ആക്രമിക്കുന്നവൻ നാളെ മരിച്ചു വീഴുകയോ അപകടത്തിലാവുകയോ ഇതൊന്നുമല്ല. ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാം, അതൊക്കെ ദൈവനിശ്ചയം. പക്ഷെ എന്താണ്, ഒരു പരിവർത്തനമാണ്. അത് ദൈവീക ചിന്തയോ. ഇപ്പൊ സാവൂള് ആദ്യം ആരായിരുന്നു? ദൈവത്തിന്റെ ശത്രുവായി ജീവിച്ച ആളാണ്. പക്ഷെ പൗലോസായപ്പോ ദൈവത്തിന്റെ ഏറ്റവും മിത്രമായി ജീവിച്ചു. അപ്പോ അവനിൽ തന്നെയുള്ള പൈശാചികത അവന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ടു, അല്ലെ? അപ്പൊ നമ്മുടെ ഉള്ളിലും ഈ ഒരു അവസ്ഥയുണ്ട്, പിന്നെ നമ്മുടെ ചുറ്റും ഈ അവസ്ഥയുണ്ട്. അപ്പോ എന്റെ ഉള്ളിലുള്ള ശത്രുവിനെ ഞാൻ ആദ്യം ചവിട്ടി പുറത്താക്കണമെങ്കിൽ എന്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ ഞാൻ വ്യക്തിപരമായി തൊട്ടറിഞ്ഞ് അനുഭവിക്കണം, അല്ലെ? അവിടെയാണ് നമ്മുടെ ഉള്ളിൽ പിശാചിന് സ്പേസ് കുറഞ്ഞു പോകുന്നത്. അപ്പൊ സ്പേസ് കുറഞ്ഞു പോകുമ്പോൾ അവൻ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവൻ ഇറങ്ങിപ്പോണത്. അപ്പോ പ്രതിഷേധിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും സാരമാക്കേണ്ട കാര്യമില്ല. നമ്മളെ സഹായിക്കുന്നവൻ അതിനേക്കാൾ വലിയ ശക്തിയുള്ളവനാണ്. അതുകൊണ്ട് നമുക്ക് ഈ കീടങ്ങളെ നോക്കി നമുക്ക് അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ശത്രുക്കളുടെ പരാജയം കാണാനായിട്ട് ദൈവം നമ്മുടെ കണ്ണുകൾക്ക് ഒരു ദൈവീകമായ അനുഗ്രഹവും കൃപയും നൽകുമെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. മറിയത്തിന് സ്തോത്രഗീതം വായിക്കാം. മരിയ ഫിലിപ്പ് വായിക്കും. ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. നമ്മുടെ കർത്താവായ ശംശയായിക്ക് സ്തുതി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധ അമ്മ പറയാണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം എന്താണെന്നാ പറയണത്? പരിശുദ്ധമാണ്. അപ്പൊ പരിശുദ്ധം എന്ന് പറഞ്ഞാ എല്ലാത്തിന്റെയും പൂർണ്ണതയുള്ള ഒരു വലിയ ശുദ്ധി വരുത്തിയ, അതായത് ഒരു അഴുക്കോ മാലിന്യമോ ഒന്നുമില്ല. എന്ത് പറഞ്ഞാലും അതിന്റെ മുകളിൽ ഒരു ദൈവീക ചൈതന്യത്തിന്റെ പരിശുദ്ധി എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് മോശയുടെ മുമ്പില് ഈ ദൈവത്തിന്റെ ആ ശക്തി വന്നപ്പോ നിന്റെ കാല് ചെരുപ്പ് ഊരി മാറ്റിക്കൊണ്ട് നിൽക്കാൻ പറയണത്. അത്രമാത്രം ദൈവീക ചൈതന്യത്തിന്റെ പോലെ. അതുപോലെ പ്രവാചകരും
ദൈവകൃപയോട് ഐക്യപ്പെട്ടു നിന്ന് എല്ലാവരും തന്നെ ദൈവികമായ ചൈതന്യത്തിന്റെ മുമ്പില് അവിടെ കമിഴ്ന്ന് വീണു എന്നാ പറയണത്. കമിഴ്ന്ന് വീണു എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി വചനങ്ങൾ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും. യെശയ്യാപ്രവാചകൻ, ജെറമിയ, ഏലിയ, അതുപോലെ അല്ല ഒത്തിരി പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പരിശുദ്ധ അമ്മ പോലും തന്റെ ദൂതന്റെ ദൈവീക ചൈതന്യം കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. ഭയന്ന് വിറച്ചു എന്ന് പറയണത്. അപ്പോ അത്രമാത്രം പരിശുദ്ധി ഉണ്ടായ പരിശുദ്ധ അമ്മ പോലും ഈ ദൈവീക ചൈതന്യത്തിന്റെ മുമ്പില് വളരെ ഭയഭക്തിയോടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധിയുടെ മുമ്പില് നമുക്ക് ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ എന്താണ് ഇപ്പൊ ചില സ്ഥലങ്ങളില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മള് ചില ദൈവീകമായ രൂപിയുടെ അഭിഷേകത്തിന്റെ ഇടപെടൽ നമ്മൾ അലിച്ചും കെട്ടിയൊക്കെ വീഴും. അതൊന്നും കണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അവിടെ കൂടി ദൈവിക ചൈതന്യം കടന്നുപോയി എന്നുള്ളതാണ്. അതായത് ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഒത്തിരി എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്താണ് ഈ ഡാനിയൽ അച്ഛന്റെ പരിശുദ്ധാത്മാഭിഷേക ധ്യാനത്തിന്റെ അന്ന് ഏറ്റവും ലാസ്റ്റ് ഡേയില് ഈശോയുടെ അരുളിക്ക തന്നെയാണ് എല്ലാവരും ആശീർവദിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും ഞാൻ അപ്പാ എന്നും പറഞ്ഞ് വിളിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ അലിശം കെട്ടി വീണു. അപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് എന്തായാലും വീഴാതെ പിടിച്ച് നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ ശരീരം ഇങ്ങനെ ഊർന്നൊലിച്ചു പോകുന്ന പോലെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഒരിക്കലും നമുക്ക് ദൈവത്തിന്റെ ചൈതന്യത്തിന്റെ മുമ്പില് സ്ട്രോങ് ആയിട്ട് കാലുറപ്പിച്ച് നിൽക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം ഗ്ലോറി ആണ് ദൈവിക സാന്നിധ്യം. അത്രമാത്രം ദൈവിക ശക്തിയുടെ മുമ്പില് ഒരു മനുഷ്യ ശരീരങ്ങൾക്കോ ഒരു മാനുഷികമായ ബുദ്ധിക്കോ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത്രമാത്രം നിറവുള്ള, ശക്തിയുള്ള, മഹത്വമുള്ള, കരുത്തുള്ള ഒരു ദൈവിക ഊർജം, ദൈവത്തിന്റെ ആ ശക്തിയാണ് നമ്മളെ കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും വീഴും. അത് വീണില്ല എന്നുണ്ടെങ്കിൽ നമ്മളിൽ എന്തോ ഒരു ദൈവനിഷേധാത്മകമായ അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ അത് ചിലപ്പോ ചിലവര് വീഴും, ചിലവരിങ്ങനെ ബലം പിടിച്ച് നിൽക്കും. അത് ഓരോരുത്തരുടെ ആത്മാവിന്റെ ആന്തരിക അവസ്ഥയുടെ ഇതാണ്. ഒരു ഞങ്ങളുടെ ഇവിടെ എറണാകുളത്തൊരു ധ്യാനം നടത്തിയപ്പോഴേക്കും ഒരു അഭിഷേകമുള്ള ഒരു ബ്രദർ, ഡെലിവറൻസിന്റെ അഭിഷേകമുള്ള ഒരു ബ്രദർ ഒരു വ്യക്തിയുടെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പയ്യനാണ്. അവൻ ഭയങ്കര ബലം പിടിച്ചെന്ന് വെച്ചാൽ മരം പോലെ നിൽക്കുകയാണ്. മരം തൊട്ടാൽ നമുക്ക് ഒരു മരത്തെ തൊടുന്ന പോലത്തെ ഒരു ഫീൽ, അതുപോലെ മരം പോലെ ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കുകയാണ്. ഈ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ശാസിക്കുന്നുണ്ട്, അതൊക്കെ ചെയ്തിട്ടൊന്നും ഒരു അനക്കവും ഇല്ല. അങ്ങനെ അവസാനം മുട്ടുമടക്കിയ പോലെ അതുപോലെ ശക്തി. അപ്പൊ പിശാചിന് അതിൻ്റെതായ ശക്തിയുണ്ട് പിടിച്ചു നിൽക്കാൻ. കാരണം ഈ ഡെലിവറൻസ് ചെയ്യുന്ന ആൾ അത്ര പൂർണ്ണമായും പെർഫെക്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ, വിശുദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ അടി തിരിച്ചു കിട്ടും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ മുമ്പിൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണെന്ന് പറയുന്നതിന്റെ കാര്യം ഈ ശക്തി നമ്മള് ദൈവിക ശക്തിയാണ്, അല്ലാണ്ട് മാനുഷികമായ ബുദ്ധി കൊണ്ടല്ല ഈ ദൈവിക ശക്തിയെ അളക്കുന്നത്. മാനുഷികമായ ബുദ്ധി കൊണ്ട് അളന്ന അവസാനം നമ്മുടെ ഉള്ളില് ഇരിക്കുന്ന ദൈവിക ശക്തിക്ക് വില കുറഞ്ഞതായി പോകുന്ന ഒരുപാട് ശുശ്രൂഷകരും ഉണ്ട്. അതുകൊണ്ട് എന്താ, ദൈവജനം ദൈവത്തെ അത്രമാത്രം ഭയക്കാതെ പോകുന്നുണ്ട്. ദൈവത്തിന്റെ ചൈതന്യത്തെ അല്ലെങ്കിൽ ദൈവിക ഇടപെടലുകളെ, ദൈവിക സംവിധാനങ്ങളെ, വിശുദ്ധമായ ഇടങ്ങളെ എല്ലാം വളരെ ലാഘവത്തോട് ഉപയോഗിക്കുന്നതനുസരിച്ച് ദൈവിക പരിശുദ്ധിക്കാണ് അത് കളങ്കം. ഇപ്പൊ നമ്മളുടെ ദേവാലയങ്ങള്, ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കാറ്റീസ് കൊടുക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഈ കുഞ്ഞുങ്ങള് ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയന്റെ കുഞ്ഞുങ്ങളുടെ ക്ലാസ്സിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു, പിള്ളേർ അങ്ങാടും ഇങ്ങാടൊക്കെ പള്ളിയുടെ ഉള്ളിൽ ഓടിക്കളിക്കും. അപ്പോ പിള്ളേർക്ക് അറിഞ്ഞൂടെ എന്താ സംഭവം എന്നൊന്നും. അപ്പോ നമ്മള് ഇപ്പൊ ഈ പ്രായത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോ അവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ അവരുടെ ആ പിഞ്ചു ബുദ്ധിയില് കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കും. കാരണം അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പൊ നമ്മൾ അറിവില്ലാത്ത സമയത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷെ അറിവ് കൂടി ആളും വലുതായി ബോധവും ബുദ്ധിയൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു നിഷേധാത്മകമായ അവസ്ഥയിലേക്ക് പോകാനും
സാധിക്കും. അപ്പോ ഞാൻ സിസ്റ്ററോട് പറഞ്ഞ, സിസ്റ്റർ നമ്മുടെ കൈ കിട്ടുമ്പോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെല്ലാം കൊടുക്കുക. നമുക്ക് വലുതായിട്ടൊന്നും അവർക്ക് കൊടുക്കണ്ട. കർത്താവിന്റെ ആ ഒരു സാന്നിധ്യം എങ്ങനെയാണ് ദേവാലയത്തിന്റെ ഉള്ളിൽ നിലനിൽക്കുന്നത് എങ്കിലും നമ്മൾ ഈ പരിശുദ്ധ കുർബാന ആദ്യമായി സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമ്മൾ ലാഘവത്തോടു കൂടെ പറഞ്ഞ് കൊടുക്കാനായിട്ടുള്ളൊരു അലസതയോ മടിയോ അല്ലെങ്കിൽ അതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ സ്വന്തം ബുദ്ധി കൊണ്ടൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞാല് അത് നാളെ ഈ കുഞ്ഞുങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോകും. അവര് വലുതായി ചിലപ്പോൾ മോശമായ അവസ്ഥയിൽ പോയാലും അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ നമുക്കുള്ളതായിരിക്കും. പിന്നെ നമ്മളുടെ ഉത്തരവാദിത്തത്തിൽ വന്നിരിക്കുന്ന വീഴ്ച മൂലം അവർക്ക് കൊടുക്കാനുള്ള എന്താണ് അവസരം നമ്മൾ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് എല്ലാ ചോദ്യവും നമുക്ക് നേരെ തിരിയും. അതുകൊണ്ട് നമുക്ക് കൈ കിട്ടുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കുക, പറയേണ്ടത് പറയുക, തിരുത്തേണ്ടത് തിരുത്തുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് നാളെ വലിയ അപകടം വരും എന്നും പറഞ്ഞു. അപ്പോ ഞാനത് ശ്രദ്ധിക്കാം മോളെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞതിന് ശേഷം പിന്നെ റിപ്പീറ്റ് ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല. കാരണം അത് വ്യക്തമായി പറയുന്ന കാര്യം, വ്യക്തമായി മനസ്സിലാക്കിയ കാര്യം അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ബോധപൂർവ്വം അവഗണിക്കുക. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങള് അത് പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ നമുക്കിപ്പോ കുഞ്ഞുങ്ങള് വളർന്നു വരുന്നതനുസരിച്ച് എത്ര പ്രാവശ്യം വീഴുമ്പോഴാണ് അവര് ഒന്ന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ആദ്യം എത്ര പ്രാവശ്യം വീഴും. അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഭക്ഷണം അത് ഒരു തുള്ളി പോലും പുറത്ത് കളയാതെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഒത്തിരി ഭക്ഷണം പുറത്തു പോകും. എങ്കിലും അതിൻ്റെ ഉള്ളിൽ വയറിന് വിശപ്പിന് മതിയാവോളം നമ്മൾ കൊടുക്കാറുണ്ട്, ഇല്ലേ? കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ വിശപ്പ് തീരുന്നവോളം നമ്മൾ കൊടുക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ എടുക്കുന്ന ഭക്ഷണം മുഴുവനും ഒരു ഭാഗമെങ്കിലും പുറത്തു പോകാറുണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ബോധേടല്ല. പോകുന്നത് സാധാരണമാണ്. പക്ഷെ ഉള്ളില് ചെല്ലേണ്ടത് ചെന്നോ എന്നുള്ളതല്ലേ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണത്. ശ്രദ്ധിക്കില്ലേ? ശ്രദ്ധിക്കോ? കേൾക്കുന്നില്ലേ? കേൾക്കാമോ? ഞാൻ പറഞ്ഞത് എന്താന്ന് മനസ്സിലായോ? കുഞ്ഞു വാവകളായിരിക്കുമ്പോ നമ്മൾ എടുക്കുന്ന ഭക്ഷണം, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പൂർണ്ണമായി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തീർക്കാൻ പറ്റില്ല. കുറെ ഭക്ഷണം വേസ്റ്റ് ആയിട്ട് പുറത്തു പോകും. അത് നമ്മൾ സാരമാക്കാറില്ല, അല്ലെ? സാരമാക്കോ? ഇല്ല, കാരണം അത് നോർമലാണ്. പക്ഷെ അവർക്ക് ആവശ്യമായത് അവര് വയറ് നിറഞ്ഞ വിശപ്പ് മാറിയോ എന്നൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. എന്നിട്ട് ആണ് നമ്മളത് നിർത്തുള്ളൂ. അല്ല, വയറ് നിറഞ്ഞാൽ മാത്രമേ നിർത്തുള്ളൂ. അപ്പൊ ഇതുപോലെ നമുക്ക് ആവശ്യമായത് കൊടുക്കേണ്ട സമയങ്ങളിൽ കൊടുത്ത് തന്നെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഭാവിയിൽ ദൈവം അതിന്റെ സമയങ്ങളിൽ അതിന്റെ കൃപയോടുകൂടെ സ്വീകരിക്കാനായിട്ട് ദൈവം തന്നെ ഇടയാകും. നമ്മള് എത്രത്തോളം അതിനോട് താല്പര്യപ്പെടുത്തി നമുക്ക് ഇപ്പൊ കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മളെ കയ്യിൽ ഇരുത്തി കൊടുക്കാം, കുറച്ചും കൂടി ആകുമ്പോൾ വാരി കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? കുറച്ചും കൂടി മുതിർന്ന കുഞ്ഞുങ്ങളാകുമ്പോ തന്നെ വാരി തീറ്റിക്കും നമ്മള്, അല്ലേ? തന്നെ വാരി തീറ്റിക്കില്ലേ? അപ്പൊ നമ്മള് തന്നെ വാരി തീറ്റിക്കാൻ അവർക്ക് അതിനുള്ള എന്താണ് കാലിബറായി. അപ്പൊ നമ്മൾ അങ്ങനെ വളർത്തിയാൽ മതി. അപ്പൊ അങ്ങനെ വളർത്തുന്ന സമയത്ത് നമ്മൾ ഭക്ഷണക്കാര്യം മാത്രമല്ല, അവരുടെ ആത്മാവും ശരീരവും ഒരുപോലെ തന്നെ അതിൻ്റെതായ ക്രമത്തിൽ വളർത്തുക എന്നുള്ളത് ഒരു വലിയൊരു ഉദ്യമം തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തില് നമ്മൾ നമുക്ക് ഭക്ഷണം കൊടുക്കാനും മറ്റു ഭൗതിക കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യും. പക്ഷെ അവരുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ആത്മാവിന്റെ അവസ്ഥ വളരെ ദുരിതപ്പെട്ട അവസ്ഥയായിരിക്കും, വളരെ ദുർഘടമായ അവസ്ഥയല്ലേ. പക്ഷെ നമുക്ക് നോക്കി കരയാനോ വേദനിക്കാനോ ഒക്കെ സാധിക്കുന്നുള്ളൂ. കാരണം എന്താണ്? നമുക്ക് അതിൻ്റെതായ ഒരു അധ്വാന ശീലം നമ്മളില് ഇപ്പോ നമ്മളുടെ ജീവിതത്തിന്റെ സമയങ്ങളിൽ അവർക്ക് വേണ്ട വിധത്തിൽ കൊടുത്തിട്ടില്ല. പിന്നെ കൊടുത്തിട്ട് അവരത് സ്വീകരിച്ചില്ല. നമ്മൾ കൊടുത്താൽ മതി. സ്വീകരിക്കാതിരിക്കുക അവരുടെ ചിന്തകളിലും ബുദ്ധികളിലൊക്കെ പ്രവർത്തിക്കുന്ന. പക്ഷെ നമ്മൾ എപ്പോഴും മരണം വരെ ഇവരുടെ ജീവിതങ്ങളിലെ
ഒരു ത്രെഡ് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഞാനിപ്പോ എന്റെ ലൈഫ് തന്നെ കുറെ പ്രാവശ്യം പറയണ വെച്ചാൽ എനിക്കും മക്കളുണ്ട്. മക്കള് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നമ്മുടെ വഴിക്ക് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കണം. ചെറുപ്പത്തിലെയൊക്കെ നമ്മൾ പിടിച്ച് മുറുക്കിയൊക്കെ പിടിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ അവര് നമ്മളെ കൈതട്ടിയൊക്കെ കളഞ്ഞു പോകാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോ നമുക്കറിയാലോ, നമ്മൾ പറഞ്ഞു കൊടുത്താലും നമ്മള് ചെയ്തു കൊടുത്താലും അവർക്ക് അതിനുള്ള വാല്യൂ മനസ്സിലാക്കി ജീവിക്കാനുള്ള സാധ്യതകളും ഈ ലോകം കൊടുക്കാറില്ല. ഈ ലോകത്തോട് ഐക്യപ്പെടുന്ന അനുസരിച്ച് അവരുടേതായ ചിന്തകളും ബുദ്ധികളും ഒക്കെ ആയിരിക്കും ജീവിക്കുന്നത്. പക്ഷേ ഇതിന്റെ മുകളില് ഒരു ദൈവീക കണ്ണുകള് നമ്മെ നോക്കി കാണുന്നുണ്ട്. നമ്മുടെ വേദനകള്, നമ്മുടെ നിസ്സഹായതകൾ എല്ലാം കാണുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടെ നമ്മൾ ദൈവത്തെ ഏൽപ്പിച്ച് കൊടുത്തിട്ടാണ് മക്കളെ വളർത്തുന്നതെങ്കിൽ നമുക്ക് അത്രയും വേദനിക്കേണ്ട ഒരു അവസരം നമുക്ക് കിട്ടാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മളെ സഹായിക്കും. അതിപ്പോ എന്താണ്, അത് ദൈവത്തിന്റെ ഒരു അധികാരമാണ്, ദൈവത്തിന്റെ ഇടപെടല. കാരണം എന്റെ മക്കളെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് എന്റെ ഇഷ്ടമാണ്. ആർക്ക് കൊടുക്കണം, ഇപ്പൊ ലോകത്തിന് കൊടുക്കണോ ദൈവത്തിന് കൊടുക്കണോ എന്നുള്ളത് എന്റെ ഇഷ്ടമാണ്. പക്ഷെ അവരറിയാതെയാണ് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുക. പക്ഷെ അതിനുള്ള അധികാരം ഉണ്ട്. നമ്മള് കുർബാനയില്, വിവാഹം എന്ന കൂദാശയില് സഭയ്ക്കും ക്രിസ്തുവിന്റെ നിയമത്തിനും യോജിച്ച വണ്ണം മക്കളെ വളർത്തിക്കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, അല്ലേ? പ്രതിജ്ഞ ചെയ്യുന്നില്ലേ വിവാഹം എന്ന കൂദാശയില്? ലത്തീൻ കുർബാനയിൽ അത് ചോദിക്കുന്നുണ്ട്, സിറിയൻ കുർബാനയിലും ഉണ്ടാവും, എല്ലാ കുർബാനകളിലും ഉണ്ടാവും. സഭയ്ക്കും സമൂഹത്തിനും ക്രിസ്തുവിന്റെ നിയമത്തിനും ചേർന്ന വിധം മക്കളെ, ദൈവം തരുന്ന മക്കളെ വളർത്തിക്കൊള്ളാമെന്ന്. പക്ഷെ ഈ കാലഘട്ടത്തില് നമ്മൾ അവിടെ പറഞ്ഞു പോയ വാക്കുകൾ നമ്മൾ ഓർക്കാനോ ജീവിതത്തില് അത് പ്രാക്ടിക്കലി നമുക്ക് നിറവേറ്റാനോ സാധിക്കാതെ ഒത്തിരി സമയങ്ങൾ കടന്നു പോകാറുണ്ട്. അപ്പോ ദൈവം അന്ന് പറഞ്ഞ വാക്കുകളൊന്നും ദൈവം മറന്നു പോകുന്നില്ല, പക്ഷെ നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്? ഈ നമുക്ക് ബോധവും ബുദ്ധിയൊക്കെ വരുമ്പോഴേക്കും നല്ല സഹനങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരും. ചിലപ്പോ നിസ്സഹായതമായ അവസ്ഥ, അപമാനങ്ങൾ, അവഗണനകള് ഈ മക്കളെ കൂടി തന്നെ നമുക്ക് അനുഭവിക്കാൻ ഒത്തിരി അവസരങ്ങൾ, പഠിക്കാൻ ഒരുപാട് പഠിക്കാനായിട്ട് ഈ മക്കള് തന്നെ നമുക്ക് അവസരങ്ങൾ തരും. അപ്പൊ നമ്മൾ മുട്ടിപ്പായി വിളിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കും? മക്കളെ സഹായിക്കണമേന്നാണോ? മക്കളെ ദൈവത്തോട് ചേർത്ത് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെയും പഠിപ്പിക്കും. അതുവഴി നമ്മള് പ്രാർത്ഥനയുടെ ഒരു വ്യത്യാസം വഴി മക്കളും രക്ഷപ്പെടും. ഈശോ നൽകുന്ന വചനം തന്നെ, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കുന്നവരാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തില് 21-ാമത്തെ വചനം. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവര് എപ്പോ വിളിച്ചപേക്ഷിച്ചാലും രക്ഷ പ്രാപിക്കും. അപ്പൊ നമ്മള് വിളിച്ചപേക്ഷിക്കേണ്ടത് എങ്ങനെയായിരിക്കണം, എപ്പോഴായിരിക്കണം, ആരോടായിരിക്കണം എന്നുള്ളത് ബോധവും ബുദ്ധിയും ഉണ്ടായാൽ മാത്രം മതി നമ്മൾക്ക് രക്ഷപ്പെടാൻ. യേശോയുടെ നാമമാണ് നമ്മളെ രക്ഷിക്കുന്നത്, അല്ലേ? ഈ വചനം അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ 21-22 വായിക്കാം. ഇസ്രായേൽ ജനങ്ങളെ, ഈ വാക്ക് കേൾക്കുവിൻ. നിങ്ങൾക്കറിയാവുന്നത് പോലെ ദൈവം നസ്രായനായ യേശുവിനെ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തന്റെ അത്ഭുത കൃത്യങ്ങളും അടയാളങ്ങളും കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു. അവൻ ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ മൃത്യുപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു. ദാവീദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കുവാൻ അവിടുന്ന് എന്റെ വലത്തുവശത്തുണ്ട്. എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് സ്തോത്രം ആലപിച്ചു. എന്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും. എന്തെന്നാൽ എന്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കുവാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല. ഈ വചനം നമ്മളോട് പറയണതിന്റെ കാര്യം എന്ന് വെച്ചാല്, ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ, ഈശോ വെറുതെ ഒരു നാമമല്ല ഈശോയുടെ നാമം. ഈശോ അതുപോലെ ഈ ഭൂമിയിൽ സഹിച്ച് കടന്നു പോയതാ, ഉച്ചിതനായതാണ്. അപ്പോ പ്രത്യാശിക്കാനും പ്രതീക്ഷിക്കാനും ഈ ഒരു നാമത്തിന് മുകളിൽ വേറൊരു നാമമില്ല.
അതുകൊണ്ട് ഈ നാമം വിശ്വാസത്തോട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കും ക്രിസ്തുവിന്റെ ഉത്ഥാന രഹസ്യങ്ങളുടെ രക്ഷയും രക്ഷാകര സൗഖ്യത്തിന്റെ ശക്തിയും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രാർത്ഥനയ്ക്കും. അതുകൊണ്ടാണ് എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കില്ല. നമ്മളെ ഉപേക്ഷിച്ച് കളയാൻ ദൈവത്തിന് സാധിക്കില്ല. ദൈവം അതുപോലെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ സഹിച്ചു പോയത് ദൈവം വേസ്റ്റ് ആയിക്കളെ. ഇപ്പൊ നമ്മളിപ്പോ ഒരാൾക്ക് വേണ്ടി ഇപ്പൊ നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പലരും പറയുന്നുണ്ട്, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഇന്നിപ്പോ അവരെന്റെ ശത്രുവായി, അവർക്ക് എന്നെ കണ്ടുകൂടാ, അവരെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഇപ്പോഴും അവർക്ക് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, എന്നിട്ട് ഒരു സ്നേഹമില്ല, എപ്പോഴും എന്നോട് മത്സരവും മറുതലിപ്പും ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പരാതി പറഞ്ഞിട്ട് എൻ്റെ സമ്പത്താണ് വേണ്ടത്, എൻ്റെ സ്വത്താണ് വേണ്ടത്, എൻ്റെ ജോലി എടുക്കുന്ന നല്ലൊരു വരുമാനം അവര് അടിച്ചു മാറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്ന ഒരുപാട് മനുഷ്യര് ഉണ്ട്, എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോ ഞാൻ അവരോടൊക്കെ പറയും, ചെയ്യുന്നതെല്ലാം അവര് മനസ്സിലാക്കുന്നില്ലെങ്കിലും ആര് മനസ്സിലാക്കുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്, ദൈവം മനസ്സിലാക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ഒരുപാട് കുളത്തിൽ കൊണ്ടുപോയി കല്ലിടുന്ന പോലെയാണ്. ഒരാള് പറയുന്നുണ്ട് ഇങ്ങനെ, അവരെ വീട്ടിലെ സർവ്വ മക്കളെയും വളർത്തി അവരെ കെട്ടിച്ചു വിട്ടു, പിന്നെ അവരുടെ കുഞ്ഞുങ്ങള്, അവരുടെ ജീവിതം എല്ലാം സേഫായി, എന്നിട്ടും അവരെല്ലാവരും നല്ല നല്ല ജോലിയും കാര്യങ്ങളൊക്കെ, എന്നിട്ടും ഇപ്പോഴും നമ്മൾ ചെലവിന് കൊടുക്കേണ്ട അവസ്ഥയാണ് എന്ന് പറഞ്ഞ് വളരെ വേദനയോടുകൂടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഞാൻ ഓർക്കും, ഇതെന്ത് ന്യായമാണ്, എന്ത് നീതിയാണെന്നൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. പക്ഷെ ദൈവം ഇവരുടെ കണ്ണുനീരും ഇവരുടെ അധ്വാനവും ഇവരുടെ എല്ലാ സമ്പത്തിന്റെ ഈ നാശവും നഷ്ടവും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ എവിടെയൊക്കെയോ കർത്താവിന്റെ സ്വരം കേൾക്കാതെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹം അനുസരിച്ച് നീങ്ങാതെ പോകുമ്പോ നമുക്ക് ഇങ്ങനെയുള്ള കെണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ദൈവം ഒരിക്കലും അനീതി പ്രവർത്തിക്കുന്നവനല്ല. ദൈവം എപ്പോഴും പരിശുദ്ധിയും പരിശുദ്ധമായ നീതിയോടുകൂടെ വിധിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ആരെയും ദൈവം ഇതുവരെ മിസ്യൂസ് ചെയ്തിട്ടില്ല. മിസ്യൂസ് ചെയ്യുന്നത് മനുഷ്യര് മാത്രമാണ്. പക്ഷെ അതിന് തലവെച്ച് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലവർക്ക് ചില നല്ല നല്ല വാക്കുകളിൽ പെട്ടുപോകും. അല്ലെങ്കിൽ എന്താണ്, ഇപ്പോ ഈ ലോട്ടറി എടുക്കുന്ന പോലെ 200 രൂപയുടെ ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ബമ്പർ അടിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരുപാട് വലിയ എമൗണ്ട് കിട്ടുന്ന പോലെ ചിലവരുടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികള്, കുഞ്ഞു കുഞ്ഞ് എന്താണ് ഒരു സ്നേഹത്തോടു കൂടെയുള്ള ഓരോ സംസാരങ്ങളെല്ലാം ഇതിന്റെ പുറകിലിരുന്ന് മുതലെടുക്കുന്നുണ്ടെന്ന് പലരും അറിയാറില്ല. അറിഞ്ഞറിഞ്ഞു വരുമ്പോഴേക്കും പലതും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അവസാനം ഈ ഇങ്ങനെയുള്ള ജീവിതങ്ങൾക്ക് പെട്ടെന്ന് റിക്കവർ ആകാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. അങ്ങനെ വരുമ്പോഴാണ് അവസാനം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുമ്പോഴായിരിക്കാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്. അപ്പൊ അതുവരെ അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെട്ടത് ജീവിതത്തിലുണ്ടായ ബന്ധങ്ങളുടെ, സൗഹൃദങ്ങളുടെ, സ്നേഹങ്ങളുടെ ഒക്കെ കൂടുതൽ കൂടുതൽ ആഗ്രഹിച്ച് അവരോട് ഐക്യപ്പെട്ടതുകൊണ്ടാണ്. പക്ഷെ ദൈവത്തോട് ഐക്യപ്പെട്ടാണ് നിൽക്കുന്നെങ്കിൽ ഈശോ പറയുന്നുണ്ട്, അർഹതയില്ലാത്തവരോട് ദയ കാണിക്കരുതെന്ന്. അത് നമുക്ക് നാശം വരുത്തുന്നു. ഈശോ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് മുമ്പും ജീവിച്ചതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നില്ല. സഭാപ്രസംഗകൻ, പ്രഭാഷകൻ, സുഭാഷിതങ്ങളൊക്കെ ഒരു വക്കീലന്മാരെ പോലെയാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എങ്ങനെ നന്നായിട്ട് ജീവിക്കാം, എങ്ങനെ നമ്മുടെ ജീവിതത്തെ കൃത്യതയോടുകൂടെ ദൈവകൃപയോടെ ചേർത്ത് വെച്ച് ജീവിക്കാം. ഉപദേശകരാണ് ഇവരെല്ലാവരും, നമ്മളെ ഒത്തിരി സഹായിക്കുന്നവരാണ്. അപ്പോ ഞാനിപ്പോ വീട്ടില് എന്തെങ്കിലും വഴക്കൊക്കെ എൻ്റെ മോനോടൊക്കെ ഇങ്ങനെ ഇടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയണമെന്ന് അവരനുസരിക്കുകയൊന്നുമില്ല. അപ്പോ പക്ഷെ പുറത്തോട്ട് പോകുമ്പോ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോ വചനം എടുക്കണമെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ദേഷ്യപ്പെട്ട് പോകുമ്പോ ഒന്നും എടുക്കൂല, ചില ദിവസങ്ങളിൽ എടുക്കും. മിക്ക ദിവസവും എടുക്കും. എടുക്കുമ്പോ ചിലപ്പോ എന്നോട് വഴക്കിട്ടിട്ടൊക്കെ ഇരിക്കും ചിലപ്പോ. അപ്പൊ പറയാറുണ്ട്, മാതാവിന്റെ ഉപദേശം നിരസിക്കരുത്, മാതാവിന് നിക്ഷേപം കൂട്ടി വെക്കാൻ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടി വെക്കുക, ആ വചനങ്ങളൊക്കെ കിട്ടും. അപ്പൊ മാതാവിന്റെ ഉപദേശം നിരസിക്കരുതെന്ന് പറയുമ്പോ തൊട്ട് മുമ്പ് വരെ എന്നോട് തല്ലുപിടിച്ചിട്ടൊക്കെ എരിയിരിക്കണത്. അപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. പക്ഷെ കർത്താവിന്റെ വചനം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ കർത്താവിന്റെ ആ ഒറ്റ സെന്റൻസ് കൊണ്ട് അത് ഇടപെടും.
അപ്പോ നമ്മള് എത്ര ബലം പിടിച്ചാലും, എത്ര പറഞ്ഞു കൊടുത്താലും, എത്ര പ്രവർത്തിച്ചാലും മനസ്സിലാകാത്ത ചില കാര്യങ്ങള് ദൈവത്തിന്റെ ഒറ്റ വാക്കുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കണമെങ്കില് നമ്മള് എന്ത് ചെയ്യണം? നമ്മള് കർത്താവിനോട് പറഞ്ഞു കൊടുക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം, പ്രാർത്ഥിക്കണം, വിളിച്ചപേക്ഷിക്കണം. ദൈവത്തിന്റെ രക്ഷാകര നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരിക്കലും നഷ്ടപ്പെട്ടു പോയില്ല. നമുക്കറിയാം മോണിക്കയുടെ കണ്ണുനീരിനോട് എന്താണ് ഒരു പിതാവിന്റെ പേരെന്താണ്? പേര് മറന്നുപോയല്ലോ. ആ പിതാവ് പറഞ്ഞതിന്റെ പേരെന്താ? മോനിക്കയെ സഹായിക്കുന്ന, ഉപദേശിപ്പിക്കുന്ന അംബ്രോസ് പിതാവ് പറയുന്നുണ്ട്, കണ്ണുനീരിന്റെ പുത്രന്മാര് മക്കള് നശിഞ്ഞു പോവില്ല. അപ്പൊ കണ്ണുനീര് എന്താണ്? വിശുദ്ധമായ പ്രാർത്ഥനയാണ് കണ്ണുനീര്. അങ്ങനെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോവില്ല. പക്ഷെ കണ്ണുനീരിങ്ങനെ ഒഴുക്കി ഒഴുക്കി ചാല് കീറിയെങ്കിലും അതിന്റെ കൂടെ 2 വിശുദ്ധരെയാണ് സഭയ്ക്ക് ദൈവം പ്രദാനം ചെയ്തത്. അപ്പൊ ഒന്നിനോട് ചേർത്ത് വെക്കുമ്പോ എല്ലാം നന്മയാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സാധിക്കും. അതിന്നല്ലെങ്കിൽ നാളെ അത് ഉറപ്പായിട്ടും കാണും. അത് ലോകം കാണും. നമ്മൾ വ്യക്തിപരമായി മനസ്സിലാക്കും. അതുകൊണ്ട് ദുഷ്ടന്റെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ. മോനിക്ക പുണ്യവതി അത് കണ്ണുകൾ കൊണ്ട് കണ്ടു ജീവിച്ചതാണ്. ഭർത്താവും കണക്കായിരുന്നു, മോനും കണക്കായിരുന്നു. പക്ഷെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെട്ടത്, മോനിക്കൊരു വിശുദ്ധയായി ദൈവം ഉയർത്തിയതൊക്കെ ഈ പ്രാർത്ഥനയും കണ്ണുനീരും കൊണ്ട് തന്നെയാണ്. അപ്പോ നമുക്കും അതിനുള്ള അവസരം ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ദൈവം അനുവദിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുവാൻ, അതില് വിശ്വസിക്കുവാൻ, ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു മക്കളും, ഒരു വ്യക്തിയും, ഒരു സമൂഹവും ഇന്ന് വരെ നഷ്ടപ്പെട്ടു പോവുകയോ നശിഞ്ഞു പോവുകയോ ചെയ്തിട്ടില്ല. പരിക്കുകൾ വരും. അത് പൂർണ്ണമായ വിശ്വാസത്തോടെ നിലകൊള്ളാൻ വേണ്ടിയുള്ള പരിക്കുകളാ. പക്ഷെ നശിപ്പിച്ചു കളയില്ല. കർത്താവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തില്, വ്യക്തിപരമായും സമൂഹത്തില്, സഭയില് എല്ലായിടത്തും അത് വ്യക്തമായി മനസ്സിലാക്കുവാൻ ദൈവം എല്ലാവരുടെ കണ്ണുകളെ തുറപ്പിക്കും. അവസാനം മരണത്തിന്റെ മുമ്പിൽ എല്ലാ മുട്ടും മടങ്ങും എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെ. അപ്പൊ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ നാമം എല്ലാ മക്കളും വിളിച്ചപേക്ഷിക്കട്ടെ. ഹൃദയമായിട്ട് അപേക്ഷിക്കാൻ പറ്റാത്ത ഒരുപാട് സമൂഹത്തിന്റെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിങ്ങനെ നിരന്തരം വിളിച്ച് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ഇവരുടെ ജീവിതം, ഇവരുടെ പ്രവൃത്തി, ഇവരുടെ ബുദ്ധിയൊക്കെ ദൈവകൃപയുമായിട്ട് ഐക്യപ്പെടും. അത് പെട്ടെന്നൊന്നും സംഭവിക്കില്ല. പക്ഷെ നമ്മുടെ തീഷ്ണതയും, മോശ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടിരുന്നു. എപ്പോഴൊക്കെ കൈ താന്നു പോയോ അപ്പോഴൊക്കെ ഇസ്രായേൽ ജനം തോറ്റുപോവുകയും ഒരുപാട് പോരാളികൾ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ പ്രാർത്ഥനയുടെ കരം ഒരിക്കലും താന്നു പോകാതിരിക്കുവാനും ഹൃദയം ദൈവത്തിലുള്ള വിശ്വാസത്തോടെ അർപ്പിക്കുവാനുള്ള ഒരു അനുഗ്രഹ കൃപ നമുക്ക് നേടിയെടുക്കുന്നതിന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക്